വലിയ മിടുക്കിയാടി, മിടുക്കി തന്നെയാ. അടിപൊളി. അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കിയോ ഭാമാന്റെ ഇതില്? ഞാൻ കുറച്ച് ചെയ്താ മതി, ബാക്കി ഭാമാന്റെ ചിന്തിച്ചു പൂരിപ്പിച്ചോളൂ. എന്റെ പണി എളുപ്പമായി. സുസ്മിത, കൂടെ നടക്കുമ്പോ നിനക്കെങ്കിലും എന്നോടൊന്ന് പറയായിരുന്നല്ലോ എന്റെ മകൾ ഇവിടെ കിടക്കാണെന്ന്. പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആന്റി, പലതവണ പറയാൻ തുനിഞ്ഞതുവാ. പ്രീതിയെ പറ്റി ഒരു അക്ഷരം പറഞ്ഞ കൊന്നു കളയുന്നായിരുന്നു ശാലിനിയുടെ ഭീഷണി. ജീവിക്കാൻ എല്ലാവർക്കും കൊതിയില്ല ആന്റി. എന്റെ രോഹിത് ജീവനോടെ ഉണ്ടെന്ന് അറിയുന്നത് വരെയെങ്കിലും. അത് കഴിഞ്ഞ് മരിക്കാൻ എനിക്ക് ഒരു സങ്കടവും ഇല്ല. ഒരു വഴിക്ക് പോവല്ലേ, ഇതുകൂടി ഇരുന്നോട്ടെ ശാലിനി മോളെ. ശാലിനി, സത്യഭാമയുടെ വീടിന്റെയും പണപ്പെട്ടിയുടെയും സ്ഥാപനങ്ങളുടെയും താക്കോലല്ല ശാലിനി ഞാൻ നിനക്ക് നീട്ടിയത്. എന്റെ മനസ്സിന്റെയും എന്റെ ഹൃദയത്തിന്റെ ഒക്കെ താക്കോല. സത്യം, ആ വാതിൽ ഇനി നിനക്ക് മുന്നിൽ ഈ നിമിഷം കൊട്ടി അടയ്ക്കാൻ ഞാൻ. സത്യം, ഞാൻ എന്നേക്കുമായി എന്നേക്കും. സത്യമേ, ഡോക്ടർ, എന്റെ മോൾക്ക് തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട് സത്യമേ. അപകടമുണ്ടായി ആദ്യത്തെ 4 മണിക്കൂറായിരുന്നു പ്രധാനം. ഡോക്ടറെ, പഞ്ചകലാസ്ഥല ക്ലിനിക്കിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ പേഷ്യന്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനമായിരുന്നു ആ 4 മണിക്കൂർ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഒരു ഓപ്പറേഷന് പോലുള്ള സാധ്യതയില്ലാതെ. ഡോക്ടർ എന്തേ പറയുന്നത്? വീഴ്ചയിൽ തലയ്ക്കുണ്ടായ ക്ഷതം മാത്രമല്ല സത്യമേ, അതിനു മുൻപ് പേഷ്യന്റിന് ഷോക്ക് ഉണ്ടാകുന്ന എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ ഷോക്ക് നാഡീവ്യൂഹത്തെ മുഴുവൻ ബാധിച്ചിട്ടുണ്ട്. അതിനു പുറമെയാണ് തലച്ചോറിലെ ഈ ക്ഷതം. ഞങ്ങൾക്ക് കാര്യമായി ഇനിയൊന്നും ചെയ്യാനില്ല. കോമ തന്നെ കൺഫേം ചെയ്തു.
എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുപോകാം. എനിക്ക് എന്റെ മോളെ, എന്റെ പ്രീതി എനിക്ക് ഭേദപ്പെടുത്തണം. സത്യാമ്മയുടെ വികാരം എനിക്ക് മനസ്സിലാകും. പക്ഷേ കോമാ സ്റ്റേജിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്യാനുള്ള മെഡിക്കൽ സംവിധാനങ്ങളൊന്നും മോഡേൺ മെഡിസിനിൽ ഇല്ല സത്യാമ്മേ. എവിടെ കൊണ്ടുപോയാലും ഇവിടെ ചെയ്യാവുന്ന ചികിത്സകളൊക്കെ തന്നെയുള്ളൂ. പ്രീതിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്, ചിന്തകളുമുണ്ട്. പക്ഷേ പ്രതികരിക്കാൻ ഒരു വിരല് പോലും അനക്കാൻ സാധിക്കില്ല. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ ദൈവം എനിക്ക് എന്തെല്ലാം നടത്തി തരുന്നു. മനസ്സ് നിറഞ്ഞു. താങ്ക് ഗോഡ്. എന്റെ മോളെ, കുറച്ച് മെഡിസിൻസ് ഉണ്ട് ഇപ്പോ. അത് ഉള്ളിൽ ചെന്നാലും പതുക്കെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരും. അങ്ങനെ മടങ്ങി വരാൻ സാധിക്കുന്നത് തന്നെ അപൂർവം പേഷ്യൻസ്. ഞങ്ങൾ ഡോക്ടേഴ്സ് അതിൽ പലതിനെയും മിറക്കിൾ എന്ന വാക്കുകൊണ്ടാ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള മടങ്ങിവരവ് അസാധ്യമായതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ കിടത്തണമെന്നൊന്നുമില്ല. പ്രീതിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. ഡോക്ടർ, അതെ, ഞാൻ അവളെ കൊണ്ടുപോകാം. ഡോക്ടർ പ്ലീസ്, അതിനുള്ള ഏർപ്പാടുകൾ ചെയ്താൽ മതി. പ്രീതി, പ്രീതി, അയ്യോ എന്തേ കാണുന്നത്? അയ്യോ ദൈവമേ, മോളെ, മോളെ പ്രീതി, പ്രീതി, മോളെ പ്രീതി, അയ്യോ അമ്മ, മോളെ പ്രീതി, എന്റെ കുഞ്ഞിനെ ഗതി വന്നല്ലോ മോളെ. അയ്യോ എനിക്ക് നിന്നെ ഇങ്ങനെ കാണാൻ വയ്യ മോളെ, മോളെ, അയ്യോ. പഞ്ചകൈലാസത്തിലെ ശിവക്ഷേത്രത്തിൽ നീ സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതിയിട്ട് എന്റെ മോൾക്ക് ഇനി മരണഭീതി വേണ്ടെന്ന് വിശ്വസിച്ചിട്ട് ഈ കോലത്തിലാണല്ലോ മോളെ നിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയത്. അയ്യോ മോളെ, മോളെ, എന്ത് സന്തോഷായിട്ടാ മോളെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുപോലെ തന്നെ നിന്നെ തിരിച്ചു കിട്ടുമെന്ന് കരുതി നെഞ്ചു വിരിച്ചു നിന്ന് ഞാനൊരു വിഡ്ഢിയാ, വിഡ്ഢി. നിനക്ക് വേണ്ടി കണ്ണിമ ചിമ്മാതെ കാവലിരിക്കേണ്ട സമയത്ത് ചിരിച്ചു കളിച്ച് നടക്കുകയായിരുന്നടി ഞാന്.
മോളെ പ്രീതി, നേരത്തെ വിവരറിഞ്ഞ് നിന്നെ എനിക്ക് രക്ഷിക്കാൻ കഴിയാതെ പോയല്ലോടി. മോളെ, മാപ്പ് 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 മോളെ. മോളെ, ഈ അമ്മയൊന്ന് നോക്കട മോളെ. മോളെ പ്രീതി, ഭാമേ, കരയരുത് ഭാമേ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയാ സംഭവിച്ചത്. എങ്കിലും പിടിച്ചു നിന്നല്ലേ പറ്റൂ. പ്രീതി ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്റെ മരുമകൾക്ക് ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. വേണ്ട, എന്റെ മോളെ ഞാൻ നോക്കിക്കോളാം. ഇവൾക്ക് ഞാനുണ്ട്. എനിക്ക് ആരുടെ സഹായം വേണ്ട. എനിക്ക് ആരുടെ സഹായം വേണ്ട. എന്റെ മോളെ ഒന്ന് ഡ്രസ് മാറി ഇവിടുന്ന് എനിക്ക് കൊണ്ടുപോകണം. എല്ലാരും ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നിൽക്കും. ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളാം. ഈ അവസ്ഥയിൽ എങ്ങനെയാ? മിണ്ടരുത് നീ, മിണ്ടരുത്. ദ്രോഹി, ജന്മദ്രോഹി. ഇറങ്ങി പോ എല്ലാരും, പോകാൻ. എന്റെ കുഞ്ഞിനെ പരുവാക്കിയിട്ട് മോളെ, സുസ്മിത, നീ എവിടെ നിൽക്കും? നീ എവിടെ നിൽക്കും? സത്യമേ, എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ കൂടെ ചെയ്യാം. കടക്കടി പുറത്ത് കണ്ടുപോരുത് എന്റെ മുന്നില്. എന്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിലാക്കിയിട്ട് പോടി, പോകാൻ. ദ്രോഹികൾ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് മോളെ 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 ശാലിനി, ഞാൻ മനഃപൂർവ്വമല്ല. എന്റെ വായിന്ന് ഞാൻ അറിയാതെ. സാരമില്ല ആന്റി, ഇതിപ്പോ എപ്പോഴായാലും സത്യം അറിയേണ്ടതല്ലേ. അതിപ്പോ ഇങ്ങനെയായത് നന്നായി.
എടാ അവരാരും ഇതുവരെ വിളിച്ചതില്ലല്ലോടോ. പിള്ളേ, ഈ കോമി എന്ന് പറയുന്നത് എന്താണെന്നറിയോ എനിക്ക്? അല്ല, ആ അവസ്ഥയിൽ നിന്ന് അവരെഴുന്നേക്കില്ലോടോ. എഴുന്നേക്കുമായിരിക്കും. എടോ, താൻ വാദമൊന്നും എന്തെങ്കിലും ഒന്ന് പറയടോ. എന്താ നോക്കിയിരിക്കുന്നേ? എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെ പറയും സാറേ? എടോ, എന്നാ താൻ ചെന്ന് ആ ഫോൺ എടുത്തൊന്നും കുത്തി നോക്ക്. എല്ലാരും ഇപ്പം അങ്ങനെയൊക്കെയാണല്ലോ എല്ലാ കാര്യങ്ങളും അറിയുന്നത്. എന്താ തനിക്കറിയാൻ പാടില്ലേ? ഓ, തനിക്ക് അതറിയാൻ പാടില്ലല്ലോ. എന്നാ സാറിന് വിഷ്ണുമോന്റെ ശാലിനി കുഞ്ഞിന്റെയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയാൽ പോരായിരുന്നു? എടോ പിള്ളേ, എനിക്ക് ആഗ്രഹമില്ലായിട്ടാണോടോ? അതിനിടയ്ക്ക് ഭാമ തിരിച്ചു വന്നാലും എവിടെ പോയെന്നാണോ ഞാൻ പറയുക? എനിക്കത് കുഞ്ഞിനത് കാണാൻ പോലും. സത്യമ വന്നല്ലോ. ഇതെന്താ ഇവര് സത്യമ്മയുടെ കാറില്? അർജുൻ വന്നോ? അപ്പൊ എന്റെ ഭാമ ആംബുലൻസോ? പിള്ളേ, എന്താണോ ഇതൊക്കെ? എനിക്കറിയില്ല സാറേ. ഇവളെന്താണോ ആംബുലൻസില്? പിള്ളേ, ശാരദാമ്മ എവിടെ? എന്റെ മാമേ, ശാരദാമ്മ പോയല്ലോ. മകളൊരിക്കൽ കാഴ്ച ഉണ്ടായിരുന്നു കാട്ടിക്കൊടുക്കാൻ. പോയ സ്ഥിതിക്ക് കുഴപ്പമില്ല, വിരുന്ന് വിളിച്ച് കാട്ടിക്കൊടുക്കാൻ ഞാൻ. അർജുൻ, വാ മോനെ. തൊട്ടുപോകരുത് അവളെ. അമ്മയെ ചതിക്കാൻ വേണ്ടി കൂട്ടുനിന്നവനാ നീ. പിള്ളേ, ഒന്ന് വന്ന് സഹായിക്കണം. ഓ, എന്താ? അയ്യോ, എന്റെ പൊന്നു കുഞ്ഞ്. വാ. പാറക്കെട്ടിൽ തലയടിച്ച് വീണ് കോമയിലായി കിടക്ക എന്റെ മകള്.